ആവശ്യത്തിന് ഡോക്ടർമാരും ജീവനക്കാരും ഇല്ലാതെ കാസർഗോഡ് കാഞ്ഞങ്ങാട്ടെ അമ്മയും കുഞ്ഞും ആശുപത്രി 192 തസ്തികകൾ ഉണ്ടെങ്കിലും ആകെ അനുവദിച്ചത് 12 എണ്ണം മാത്രം. സ്ഥിര നിയമനം ലഭിച്ച ഒറ്റ ഡോക്ടർമാരെ പോലും ആശുപത്രിയിലില്ല. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് രോഗികൾ പ്രതിദിനം ചികിത്സ തേടിയെത്തുന്ന ആശുപത്രിയാണ് കാഞ്ഞങ്ങാട്ടേത്. എന്നാൽ ആവശ്യത്തിന് ഡോക്ടർമാരും ജീവനക്കാരുമില്ലാതെ വട്ടം ചുറ്റുകയാണ് ഈ ആശുപത്രി. ജോലി ക്രമീകരണത്തിന്റെ ഭാഗമായി ജില്ലയ്ക്കകത്തും പുറത്തുനിന്നും വന്ന ഡോക്ടർമാരാണ് നിലവിൽ സേവനം നടത്തുന്നത്. ഇവിടെ ആകെയുള്ളത് ഒരു പീഡിയാട്രിഷ്യൻ മാത്രമാണ്. 2 ഗൈനക്കോളജിസ്റ്റ് ഉണ്ടെങ്കിലും ഒരാൾ ജോലി ക്രമീകരണത്തിന്റെ ഭാഗമായും മറ്റൊരാൾ NHM വഴി നിയമിച്ചയാളുമാണ്. ആശുപത്രി സൂപ്രണ്ട് പോസ്റ്റ് തിരുവനന്തപുരത്ത് നിന്ന് താൽക്കാലികമായി മാറ്റിയതാണ്. ആകെയുള്ളത് 8 സ്റ്റാഫ് നഴ്സ് മാത്രം. ഫാർമസിയിലുള്ളത് 2 ഫാർമസിസ്റ്റ്. അനസ്തെറ്റിസ്റ്റിന്റെ സേവനം ആഴ്ചയിൽ 1 ദിവസം മാത്രമാണ് ലഭിക്കുന്നത്. ഇതിനനുസരിച്ച് പ്രസവ ശസ്ത്രക്രിയയടക്കം ക്രമീകരിക്കേണ്ട അവസ്ഥയാണ്. എന്തെങ്കിലും കേസോ മറ്റോ കാര്യങ്ങൾ വന്നാൽ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ അവിടെയുള്ളത്. അതുപോലെ തന്നെ ഒരു സർജറി വന്നാൽ ജില്ലാ ആശുപത്രിയിലെ അനസ്തേഷ്യ വന്നിട്ട് വേണം സർജറി നടത്താനുള്ള ഒരു സംവിധാനമാണ് അമ്മയും കുഞ്ഞും ഹോസ്പിറ്റലുള്ളത്. സർക്കാർ പല വാഗ്ദാനങ്ങൾ തന്നുവെങ്കിലും അമ്മയും കുഞ്ഞും ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിൽ തന്നെ വളരെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി മാത്രമുള്ള ഒരു ഹോസ്പിറ്റൽ. കാസർഗോഡ് ജില്ലയിലെ ഏക ഹോസ്പിറ്റലാണ് കാഞ്ഞങ്ങാട് നഗരസഭയിലെ അമ്മയും കുഞ്ഞും ഹോസ്പിറ്റൽ. പക്ഷേ സർക്കാർ അതിന് ശേഷം, ഇതിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷമോ ഇതിൻ്റെ പ്രവർത്തനം നടന്നതിന് ശേഷമോ യാതൊരു വിധത്തിലുള്ള പരിഗണനയും സർക്കാർ ഈ ഹോസ്പിറ്റൽ നൽകുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഇത്തരം ബുദ്ധിമുട്ടുകൾ നമ്മെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ആ ഹോസ്പിറ്റൽ പാർക്കിംഗ് സൗകര്യമില്ല എന്നുള്ളതാണ്. തൊട്ടടുത്ത് പഴയ ബിൽഡിങ്ങുകളൊക്കെ റവന്യൂവിൻ്റെ ഉണ്ട്. അതൊന്നും മാറ്റി അവിടെ പാർക്കിംഗ് സൗകര്യമാക്കാൻ ഗവൺമെൻറ് ഒന്ന് വിചാരിച്ചാൽ മാത്രം മതി. അതുപോലും ചെയ്യാതെ ഒരു നരകിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ആ ഹോസ്പിറ്റലിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. 24 മണിക്കൂർ നീളുന്ന അത്യാഹിത വിഭാഗത്തിൽ 4 അസിസ്റ്റന്റ് സർജന്മാരാണ് ഡ്യൂട്ടി ചെയ്യുന്നത്. ഒരു ക്ലർക്ക്, ഒരു ഓഫീസ് അറ്റൻഡർ എന്നിങ്ങനെയാണ് മറ്റ് പോസ്റ്റുകൾ. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയായിട്ടും സെക്യൂരിറ്റിയെ ഇതുവരെ നിയമിച്ചിട്ടില്ല. വൈകുന്നേരങ്ങളിൽ ആശുപത്രി പരിസരത്ത് മദ്യപാനികളുടെ ശല്യമാണ്. രാത്രി 8-ന് ശേഷം പുറത്തെ വാതിലടയ്ക്കും. രോഗികൾ വന്നാൽ കോളിംഗ് ബെൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇലക്ട്രീഷ്യൻ ഇല്ലാത്തതും തിരിച്ചടിയാണ്. ഒരുപാട് ഒഴിവുകളുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം അവിടെ ഏതെങ്കിലും ഓപ്പറേറ്റർമാരുടെ, ഇലക്ട്രീഷ്യൻ്റെ എല്ലാം താൽക്കാലികമായ നിയമനങ്ങൾ മാത്രമേ ഉള്ളൂ. അവരെല്ലാം ഫുൾ ടൈം അവിടെ വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ഒരുപാട് ഒഴിവുകളുള്ള ഒരു ഹോസ്പിറ്റലായിട്ട് അത് മാറുകയാണ്. തീർത്തും ഇത്രേ കൊട്ടിയാഘോഷിച്ച് ചെയ്തിട്ടാണെങ്കിലും ഇങ്ങനെ നശിപ്പിക്കപ്പെടാൻ പോകുന്ന ഒരു സംരംഭമായി അമ്മയും കുഞ്ഞും ഹോസ്പിറ്റൽ മാറാൻ പോവുകയാണ്. 192 തസ്തികകളാണ് ആശുപത്രിയുടെ പ്രവർത്തനത്തിന് ആവശ്യം. അനുവദിച്ചതാകട്ടെ 12. ഗ്രേഡ് അസിസ്റ്റന്റ്, ഫാർമസിസ്റ്റ്, ക്ലർക്ക്, 5 നഴ്സ് എന്നീ തസ്തികകൾ മാത്രമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. ആശുപത്രിയുടെ പ്രവർത്തനത്തിന് 5 ഗൈനക്കോളജിസ്റ്റിന്റെ സേവനമെങ്കിലും വേണം. കൂടാതെ പീഡിയാട്രിക്, അനസ്തെറ്റിക്സ് വിഭാഗം ഡോക്ടർമാരുടെ സേവനവും ആവശ്യമാണ്. 2021-ലാണ് ആശുപത്രി ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനത്തിന് ശേഷം 2 വർഷം കഴിഞ്ഞാണ് ആശുപത്രി പ്രവർത്തനം തുടങ്ങിയത്. ആശുപത്രിക്ക് ആവശ്യമായ തസ്തിക ഉടൻ അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് മലയാളം, കാസർഗോഡ്.